കോഴിക്കോട് തലയാട് കക്കയം റൂട്ടിൽ ഗതാഗതം പ്രതിസന്ധിയിലായി. മണ്ണിടിഞ്ഞതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം 4 ദിവസമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. റോഡിലേക്ക് പതിച്ച കല്ലും മണ്ണും നീക്കം ചെയ്യാൻ തുടങ്ങിയെങ്കിലും ആവശ്യമായ യന്ത്രസഹായങ്ങളില്ലാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മലയോര ഹൈവേയുടെ പണി നടക്കുന്ന തലയാട് മുതൽ 28 മൈൽ വരെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ്. 3 ദിവസം മണ്ണ് നീക്കിയെങ്കിലും ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 100 കണക്കിന് കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിലും ഇവർ ഈ റോഡുമായിട്ടുള്ള യാതൊരുവിധ ബന്ധവുമില്ലാത്തതുകൊണ്ട് അങ്ങാടിയിൽ പോകാനോ സാധനം വാങ്ങാനോ പറ്റാത്ത അവസ്ഥയിലാണ്. വിദ്യാർത്ഥികളും കർഷകരും കർഷക തൊഴിലാളികളും മറ്റ് തൊഴിലിന് പോകുന്ന ആൾക്കാരും വളരെ പ്രയാസത്തിലാണ്. 3 ദിവസമായിട്ടും മണ്ണ് നീക്കാൻ കഴിയാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണുകൾ മാറ്റി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ അഭിപ്രായം. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ പ്രൈം ടൈമിൽ ചേരുന്നു. മിഥില, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശക്തമായ മഴയിൽ തലയാട് കക്കയം മലയോര ഹൈവേ 26 മൈലിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഈ ഹൈവേയുടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ തലയാട് കക്കയം റൂട്ടിൽ ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് വലിയ കല്ലും മണ്ണുമൊക്കെയായിരുന്നു ഈ ഒരു റോഡിൽ ഗതാഗത തടസ്സമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. മരങ്ങളുമുണ്ട്. നിലവിൽ കല്ലും മണ്ണും നീക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആവശ്യമായ യന്ത്രസഹായം ഇല്ലാത്തതിനാൽ തന്നെ ആ പ്രവൃത്തി വേഗത്തിൽ നടക്കുന്നില്ല. 4 ദിവസമായിട്ടും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലികളാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് പോലെ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ അങ്ങാടിയിൽ പോകാനോ മറ്റാവശ്യങ്ങൾക്കോ പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ കഴിയുകയാണ്. ഈ ഒരു റോഡ് ഗതാഗത യോഗ്യമാക്കാത്തത് കാരണം കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ ആ ഒരു ഭാഗത്തെ ആളുകൾക്കുണ്ട്. മാത്രമല്ല ഇത് ഒരു വിനോദസഞ്ചാര മേഖല, കക്കയത്തേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളും മാത്രമല്ല ആ ഭാഗത്തേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കണം, കല്ല് നീക്കണം എന്നതൊക്കെയാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. വലിയ രീതിയിലുള്ള ചെറിയൊരു പ്രതിഷേധമൊക്കെ അവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് 4 ദിവസമായിട്ടും ഈ ഒരു റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിലുള്ള ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്.